നമസ്കാരം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നേതാക്കന്മാരൊക്കെ മന്ത്രിക്കുപ്പായം തുന്നി തയ്യാറായി കഴിഞ്ഞു. ജനക്ഷേമത്തിനു വേണ്ടി ജനങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നവും പരിഹരിക്കാൻ അരയും തലയും മുറുക്കി നടക്കുന്നവരുടെ തമ്മിൽ തല്ലു തീർക്കാൻ പൊതുജനം ഒന്നിച്ചിറങ്ങേണ്ട സ്ഥിതിയാണ് രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ പോലും നിലവിൽ കേരളത്തിലുള്ളത്. കേരള രാഷ്ട്രീയത്തിലെ വീണ്ടും വിവാദങ്ങളുടെ നടുവിൽ നിറയുന്ന പേരാണ് കെ സുധാകരൻ. സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന പുതിയ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ അധികാരമോഹം പാർട്ടി താൽപര്യങ്ങളെ മറികടക്കുന്നുവെന്ന സംശയങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ ഉന്നതതല നേതാവ് ഇത്തരത്തിൽ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവാകുന്നത് പാർട്ടിയുടെ ആഭ്യന്തര ദൗർബല്യങ്ങളുടെ തെളിവാണ് എന്ന് വേണം പറയാൻ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പാരമ്പര്യമുള്ള കോൺഗ്രസ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തകർച്ചയുടെ വക്കിലാണ്. അതിന്റെ പ്രധാന കാരണം ആശയ ദാരിദ്ര്യത്തെക്കാൾ അധികം നേതൃക്ഷാമവും വ്യക്തിപരമായ ആഗ്രഹങ്ങളുടെ അതിരുവിടലുമാണ്. കേരളത്തിൽ പോലും ശക്തമായ സംഘടനാ ഘടനയും സുസ്ഥിരമായ രാഷ്ട്രീയ നിലപാടുകളും കൈവശം വയ്ക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് ഇത്തരം നേതാക്കളുടെ സമീപനങ്ങളിലൂടെ വ്യക്തമാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം നിലനിൽക്കെ നിർണായക പ്രതികരണവുമായാണ് കോൺഗ്രസ് നേതാവും എം പിയുമായ കെ സുധാകരൻ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ കണ്ടത്. നമുക്ക് വിലയും നിലയും ഒന്നുമില്ല എന്ന് ആരും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഡൽഹിയിലെത്തിയ ശേഷമുള്ള സുധാകരന്റെ ആദ്യ പ്രതികരണമാണ്. ഒരു ചർച്ചയ്ക്കും ആരും എന്നെ വിളിച്ചിട്ടില്ല, നമുക്ക് നിലയും വിലയും ഒന്നുമില്ല എന്നാണ് സുധാകരന്റെ പ്രതികരണം. നിലയും വിലയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടാണ് സുധാകരൻ മറുപടി പറഞ്ഞത്. തന്നെ വിളിച്ചിട്ടില്ല എന്നും ആരെങ്കിലും വിളിക്കേണ്ടേ എന്നും അദ്ദേഹം ചോദിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല. നാടകീയ രംഗങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിൽ നടന്നത്. സാധാരണ എം പി എന്ന നിലയിൽ VIP ഗേറ്റിലൂടെയാണ് വിമാനത്താവളത്തിൽ നിന്ന് വരേണ്ടത്. എന്നാൽ അത് ഒഴിവാക്കി മറ്റൊരു ഗേറ്റിലൂടെ വരുമെന്ന് ആണ് അറിയിച്ചിരുന്നത്. പക്ഷേ അത് ഉണ്ടായില്ല. മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിച്ച ശേഷം VIP ഗേറ്റിലൂടെ തന്നെ പുറത്തേക്ക് വന്നു. സുധാകരൻ കുടുംബാംഗങ്ങളോടൊപ്പം സ്വകാര്യ വാഹനത്തിലാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോയത്. അതേസമയം സുധാകരൻ ഇന്ന് പാർലമെന്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നതിലും വ്യക്തത വന്നിട്ടില്ല. മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നാണ് സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയത്. സുധാകരനോട് ചൊവ്വാഴ്ച ഡൽഹിയിലെത്താൻ നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം അനുനയ നീക്കങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇത്. നേരത്തെ തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്താൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പോകേണ്ടെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു സുധാകരൻ. എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ ഡൽഹിയിലേക്കുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. നേതൃത്വം വീണ്ടും നിർദ്ദേശിച്ചതിനാലാണ് ചൊവ്വാഴ്ച ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. സുധാകരൻ മുന്നോട്ട് വെക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം നടന്നാൽ അത് പാർട്ടിയുടെ സമഗ്രതയെ പോലും ബാധിക്കും. പാർട്ടിക്കുള്ളിൽ സമവായവും സഹകരണവും ഇല്ലാതെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കോൺഗ്രസിനെ ഒരു ജനാധിപത്യ സംഘടനയിൽ നിന്ന് വ്യക്തിനിഷ്ഠ കൂട്ടായ്മയാക്കി മാറ്റും. ഇതിന്റെ ഫലമായി പ്രവർത്തകർ നിരാശപ്പെടുകയും വോട്ടർമാരിൽ അവിശ്വാസം വളരുകയും ചെയ്യും. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷവും BJPയും തങ്ങളുടെ അടിത്തറ ഉറപ്പിക്കുമ്പോൾ കോൺഗ്രസ് തന്റെ നിലപാട് വ്യക്തമാക്കാൻ പോലും കഴിയാതെ അലഞ്ഞു തിരിയുകയാണ്. അധികാരം നേടാനുള്ള ആഗ്രഹത്തിൽ ദീർഘകാല രാഷ്ട്രീയ ദർശനങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു. സുധാകരനെ പോലുള്ള നേതാക്കൾ ഈ പ്രവണതയുടെ പ്രതിനിധികളായി മാറും. അവരുടെ നീക്കങ്ങൾ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഉള്ളിലെ ഭിന്നതകൾ കൂടുതൽ തുറന്നു കാട്ടുകയാണ്. ഇന്ത്യ തലത്തിൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയും ഇതേ രീതിയിലാണ്. സംസ്ഥാനങ്ങളിൽ ശക്തമായ നേതൃത്വമില്ലായ്മയും കേന്ദ്രതലത്തിൽ വ്യക്തമായ ദിശയില്ലായ്മയും പാർട്ടിയെ ക്ഷയിപ്പിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് രാജ്യത്തിന്റെ രാഷ്ട്രീയ അജണ്ട നിർണയിച്ചിരുന്ന പാർട്ടി ഇന്ന് സ്വയം നിലനിൽപ്പിനായി പോരാടേണ്ട അവസ്ഥയിലാണ്. ഇതിന്റെ പ്രധാന കാരണം പാർട്ടിക്കകത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ക്ഷയിക്കുകയും വ്യക്തിപരമായ ആഗ്രഹങ്ങൾ മുൻപന്തിയിലെത്തുകയും ചെയ്തത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരും. ഈ സാഹചര്യത്തിൽ സുധാകരന്റെ നിലപാടുകൾ കോൺഗ്രസിന്റെ തകർച്ചയെ വേഗത്തിലാക്കുന്ന ഘടകമായി മാറുന്നു എന്ന് പറയുന്നതിലും അതിശയോക്തിയില്ല. രാഷ്ട്രീയത്തിൽ അധികാരം ലക്ഷ്യമാക്കുന്നത് സ്വാഭാവികമാണെങ്കിലും അതിനുവേണ്ടി സംഘടനയുടെ അടിത്തറ തന്നെ തകർക്കുന്നത് ആത്മഹത്യാ സമാനമാണ്. കോൺഗ്രസ് അതിന്റെ ചരിത്ര പാഠങ്ങൾ തിരിച്ചറിഞ്ഞ് നേതൃ സംവിധാനം പുനഃസംഘടിപ്പിക്കാത്ത പക്ഷം കേരളത്തിലും ഇന്ത്യയിലും പാർട്ടിക്ക് ഭാവിയിൽ ഒരു സ്ഥിരതയുള്ള സ്ഥാനം പോലും ലഭിക്കില്ല എന്ന് വ്യക്തമാണ്. ഒരു പാർട്ടിയുടെ ശക്തി അതിന്റെ ആശയങ്ങളിലും പ്രവർത്തകരിലും ജനവിശ്വാസത്തിലും നിന്നാണ് ഉണ്ടാകുന്നത്. ഈ മൂല്യങ്ങൾ ഉപേക്ഷിച്ച് അധികാരമോഹത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ ശൈലി കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കുമെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷണം.